ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈയിൽ 29,400 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഫിഷറീസ് വകുപ്പ് നടപ്പാക്കിയ എംബാങ്ക്മെന്റ് മത്സ്യകൃഷിയുടെ സംസ്ഥാനതല വിളവെടുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ഹരാരെയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈ സന്ദർശിക്കും. ഗോരേഗാവിൽ നെസ്കോ എക്സിബിഷൻ സെന്ററിൽ 29,400 കോടി രൂപയിലധികം മൂല്യമുള്ള റോഡ്, റെയിൽവേ, തുറമുഖ മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ ന്യൂസ് സർവീസ് സെക്രട്ടേറിയറ്റിൽ INS ടവേഴ്സ് ഉദ്ഘാടനം ചെയ്യും. താനെ ബൊറോവലി ടണൽ പദ്ധതി, ഗോരേഗാവ് മുളങ്ക് ലിങ്ക് റോഡ് പദ്ധതിയുടെ തുരങ്ക നിർമ്മാണം, നവി മുംബൈയിലെ കല്യാൺ യാർഡ് പുനർനിർമ്മാണം, ഗതിശക്തി മൾട്ടി മോഡൽ കാർഗോ ടെർമിനൽ എന്നിവയ്ക്ക് അദ്ദേഹം തറക്കല്ലിടും. നിതി ആയോഗ് 2023-24 ഇന്ത്യ സുസ്ഥിര വികസന സൂചിക പുറത്തിറക്കി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറുകയാണെന്ന് സൂചിക പറയുന്നു. മികച്ച പ്രവർത്തനം കാഴ്ചവച്ച സംസ്ഥാനങ്ങളിൽ കേരളവും ഉത്തരാഖണ്ഡുമാണ് ഒന്നാം സ്ഥാനത്ത്. ഇരു സംസ്ഥാനങ്ങൾക്കും 79 പോയിന്റ് വീതം ലഭിച്ചു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ രാജ്യത്തിന്റെ പുരോഗതി അളക്കുന്നതിലുള്ള പ്രധാന ഉപകരണമാണ് നിതി ആയോഗ് സൂചിക. നിതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറിയാണ് സൂചിക പുറത്തിറക്കിയത്. വിഴിഞ്ഞത്ത് സാൻ ഫെർണാണ്ടോ ചരക്ക് കപ്പലിൽ നിന്ന് കണ്ടെയ്നർ ഇറക്കുന്നത് പുരോഗമിക്കുന്നു. 1000-ലേറെ കണ്ടെയ്നറുകൾ ഇറക്കി കഴിഞ്ഞു. ആകെ 1930 കണ്ടെയ്നറുകളാണ് ഇറക്കുക. ഇതിനുശേഷം 607 കണ്ടെയ്നറുകൾ തിരികെ കയറ്റി റീപൊസിഷൻ ചെയ്യുന്ന ജോലിയും നടക്കും. നാളെ രാവിലെ കപ്പൽ തിരികെ പോകും. തിങ്കളാഴ്ച ഫീഡർ വെസൽ എത്തും. ഫിഷറീസ് വകുപ്പ് ജനകീയ മത്സ്യകൃഷിയുടെ ഭാഗമായി നടപ്പാക്കിയ എംബാങ്ക്മെന്റ് മത്സ്യകൃഷിയുടെ വിളവെടുപ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈക്കം ഉദയനാപുരത്തെ ചെട്ടിച്ചാലിൽ നടക്കും. മന്ത്രി സജി ചെറിയാൻ വിളവെടുപ്പ് ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നിർവഹിക്കും. കണ്ണൂർ ശ്രീകണ്ഠപുരം നഗരസഭയിൽപ്പെട്ട ചെങ്ങളായിയിൽ നിന്ന് തൊഴിലുറപ്പ് ജോലിക്കിടെ കണ്ടെത്തിയ സ്വർണ്ണാഭരണങ്ങളും മറ്റും പുരാവസ്തു വിദഗ്ധർ പരിശോധിക്കും. ഇന്നലെയാണ് റബ്ബർ തോട്ടത്തിൽ നിന്ന് ഇവ ലഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ശ്രീകണ്ഠപുരം പരിപ്പായി ഗവൺമെന്റ് LP സ്കൂളിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് സ്വർണ്ണ ലോക്കറ്റുകൾ, മുത്തുമണികൾ, പതക്കങ്ങൾ, പഴയകാലത്തെ മോതിരങ്ങൾ, കമ്മൽ, വെള്ളി നാണയങ്ങൾ എന്നിവ ലഭിച്ചത്. തൊഴിലുറപ്പംഗങ്ങൾ മഴക്കുഴി എടുക്കുന്നതിനിടെയാണ് ഒരു പാത്രത്തിൽ സൂക്ഷിച്ച നിലയിൽ ഇവ കണ്ടെത്തിയത്. മണ്ണിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു പാത്രം. പാത്രത്തിന് ദ്വാരമുണ്ടായിരുന്നു. തുടർന്ന് തൊഴിലാളികൾ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. ശ്രീകണ്ഠപുരം പോലീസ് സ്ഥലത്തെത്തി ഇവ തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി. ഇന്ന് രാവിലെ 4 വെള്ളി നാണയങ്ങളും 2 മുത്തുമണികളും ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ ലഭിച്ച പാത്രത്തിൽ നിന്ന് വീണതാവാം ഇവയെന്ന് കരുതുന്നു. പുരാവസ്തു വകുപ്പ് അധികൃതർ പരിശോധിച്ചതിന് ശേഷമാണ് ഇതിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച് തീരുമാനമെടുക്കുക. മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞു. രാവിലെ 9:30ഓടെയാണ് സംഭവം. ഇലാഹി എന്ന താങ്ങുവള്ളത്തിന്റെ കാരിയർ വള്ളം ശക്തമായ തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു. തുടർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ 2 ലൈഫ് ഗാർഡുകൾക്ക് പരിക്കേറ്റു. വിൽബൺ, ഷിബു എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലപ്പുഴയിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന തുറവൂരിൽ ഗതാഗത സ്തംഭനം. അരൂരിൽ നിന്ന് തുറവൂരിൽ എത്തണമെങ്കിൽ അരൂക്കുറ്റി തൈക്കാട്ടുശ്ശേരി വഴി വരണം. 2 ദിവസം അധികൃതർ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. തുറവൂരിൽ നിന്ന് അരൂരിലേക്ക് മാത്രമേ ഇപ്പോൾ ദേശീയപാത വഴി സഞ്ചരിക്കാനാവൂ. അരൂരിൽ നിന്ന് തുറവൂരിലേക്ക് എത്തണമെങ്കിൽ അരൂക്കുറ്റി തൈക്കാട്ടുശ്ശേരി വഴി ചുറ്റിക്കറങ്ങി വരണം. 12 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ഇപ്പോൾ മണിക്കൂറുകൾ വേണം. മഴ പെയ്താൽ ദുരിതം ഇരട്ടിയാകും. നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഭാഗങ്ങളിൽ ദേശീയപാത ചെളിക്കുളമായി മാറിക്കിടക്കുകയാണ്. വാഹനങ്ങളുടെ ഓവർടേക്കിങ്ങും അമിത വേഗതയും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്നു. ദേശീയപാതയിൽ ഇപ്പോഴത്തെ നിയന്ത്രണം 2 ദിവസത്തേക്കാണെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ തുറവൂർ അരൂർ ദേശീയപാതയിൽ യാത്രാ ദുരിതം തുടങ്ങിയിട്ട് 2 മാസത്തോളമായി. കേരളത്തിൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ കെയർ ഹോമിൽ കൂടുതൽ പേർക്ക് കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു.
പ്രദേശത്ത് കോളറ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരികയാണെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്നുമുള്ള വെള്ളത്തിന്റെ സാമ്പിളുകളും ഭക്ഷണ സാമ്പിളുകളും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. രോഗം ബാധിച്ചവർ ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലാണ്. പുതിയ ക്ലസ്റ്ററുകൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കാനും നിരീക്ഷണം ശക്തമാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരള സാങ്കേതിക സർവകലാശാലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച സർക്കാർ നടപടിയിൽ പ്രതികരണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർക്കാരിന് ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാമെന്നും നിയമപരമല്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട് എന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹിയിൽ പറഞ്ഞു. വിഷയം കോടതി തീരുമാനിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. റേഷൻ വിഹിതം നേരിട്ടെത്തി കൈപ്പറ്റാനാകാത്തവരെ സഹായിക്കുന്നതിനായി നടപ്പാക്കുന്ന ഒപ്പം പദ്ധതി സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും നടപ്പായതായി മന്ത്രി GR അനിൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സേവനം പ്രയോജനപ്പെടുത്തി കിടപ്പുരോഗികൾ ഉൾപ്പെടെയുള്ളവർക്കായി വീടുകളിൽ റേഷൻ എത്തിക്കുന്ന പദ്ധതിയാണ് ഒപ്പം. സംസ്ഥാനത്തെ നൈപുണ്യ ഉദ്യമങ്ങളെ ഏകീകരിക്കുകയും കേന്ദ്ര സംസ്ഥാന നൈപുണ്യ വികസന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിനായി സംസ്ഥാന നൈപുണ്യ വികസന മിഷനും കാസർഗോഡ് ജില്ലാ ഭരണകൂടവും ജില്ലാ നൈപുണ്യ സമിതിയും സംയുക്തമായി നൈപുണ്യ വികസന സ്ഥാപനങ്ങളുടെ സമ്മിറ്റ് സംഘടിപ്പിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ. നിലവിൽ നൈപുണ്യ പരിശീലന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാ പൊതു സ്വകാര്യ നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളെയും പങ്കെടുപ്പിച്ചാണ് സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്. ജില്ലയിൽ നൈപുണ്യ പരിശീലനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ സംബന്ധിക്കുന്ന വിവരശേഖരണവും നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളുടെയും ജില്ലയിൽ ലഭ്യമായിട്ടുള്ള നൈപുണ്യ പരിശീലന കോഴ്സുകളെയും സംബന്ധിക്കുന്ന സമഗ്ര വിവരശേഖരണവും ലക്ഷ്യമിട്ടാണ് സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്. പൊതു സ്വകാര്യ നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുക, വിവിധ കേന്ദ്ര സംസ്ഥാന നൈപുണ്യ വികസന പദ്ധതികൾ പരിചയപ്പെടുത്തുക, ജില്ലയിലെ നൈപുണ്യ വികസന പ്രവർത്തനങ്ങളിൽ പൊതു സ്വകാര്യ നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, നൈപുണ്യക്ഷമതയുള്ള ഉദ്യോഗാർത്ഥികളെ ലഭ്യമാക്കുക എന്നിവയെല്ലാം സമ്മിറ്റിന്റെ ലക്ഷ്യങ്ങളാണ്. ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കോഴിക്കോട് മലയോര മേഖലകളിൽ രാത്രി നല്ല മഴ ലഭിച്ചെങ്കിലും ഇന്ന് ശക്തി കുറഞ്ഞു. കാവിലുംപാറ വില്ലേജിൽ ഒരു വീടിനോട് ചേർന്ന സ്ഥലത്തെ മണ്ണ് റോഡിലേക്ക് ഇടിഞ്ഞു. ആളപായമില്ല. കൊയിലാണ്ടി കിഴരിയൂരിൽ മരം വീണതിനെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സം ഫയർഫോഴ്സ് നീക്കം ചെയ്തു. ശക്തമായ മഴയിൽ നാദാപുരം ടൌണിൽ ഓടുമേഞ്ഞ ഇരുനില കെട്ടിടത്തിന്റെ പിൻവശം തകർന്നു വീണു. ആളപായമില്ല. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. ഇന്ത്യ സിംബാബ്വെ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന്. സിംബാബ്വെയിലെ ഹരാരെയിൽ ഇന്ന് വൈകുന്നേരമാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 5 ഇടങ്ങളിൽ കോൺഗ്രസ്, 4 ഇടങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ്, ഓരോ ഇടത്ത് വീതം BJP, ആം ആദ്മി പാർട്ടി, JDU, DMK എന്നിവർ ലീഡ് ചെയ്യുന്നു. കേന്ദ്രമന്ത്രിയായതിനു ശേഷം ആദ്യമായി കണ്ണൂരിലെത്തുന്ന ജോർജ് കുര്യൻ ഇന്ന് ഇരിട്ടിയിലെ ചടങ്ങിന് ശേഷം വൈകിട്ട് 6 മണിക്ക് കണ്ണൂർ പയ്യാമ്പലത്തെ മാരാർജി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. തുടർന്ന് മുതിർന്ന BJP നേതാവ് CK പത്മനാഭന്റെ വീട് സന്ദർശിക്കും. വൈകിട്ട് 7 മണിക്ക് BJP ജില്ലാ നേതാക്കളുമായി അദ്ദേഹം മാരാർജി ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. കോഴിക്കോട്, വയനാട് ജില്ലകളുടെ അതിർത്തി പ്രദേശമായ പുതുപ്പാടി, ചിപ്പിലിത്തോട് കാട്ടാന പ്രശ്നത്തിൽ പരിഹാര നടപടികളുമായി ബന്ധപ്പെട്ട് നാളെ സർവകക്ഷി യോഗം ചേരും. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചാണ് യോഗം. അവശ്യഘട്ടങ്ങളിൽ RRT സേവനം ലഭ്യമാക്കുമെന്നും പ്രദേശത്ത് ഫെൻസിംഗ് ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ പറഞ്ഞു. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാനിറങ്ങിയ തിരുവനന്തപുരം നഗരസഭയിലെ ജീവനക്കാരനെ കാണാതായി. മാരായമുട്ടം സ്വദേശി ജോയിയെയാണ് കാണാതായത്. ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ജോയ് മാലിന്യ കൂമ്പാരത്തിൽ കുടുങ്ങിയെന്നാണ് സംശയം. ഇടുക്കി പുഷ്പകണ്ഠം നാലുമലയിൽ അനധികൃത ട്രക്കിംഗ് നടത്തിയ വിനോദസഞ്ചാരികളുടെ വാഹനം കുടുങ്ങി. കർണാടകയിൽ നിന്നും ഓഫ് റോഡ് ട്രക്കിങ്ങിനെത്തിയവരുടെ 27ഓളം വാഹനങ്ങളാണ് കനത്ത മഴ മൂലം കുടുങ്ങിയത്. സഹായം അഭ്യർത്ഥിച്ചെത്തിയ സംഘത്തെ നാട്ടുകാർ രാമയ്ക്കൽമേട്ടിലേക്ക് മാറ്റി. ഇരുവശവും ചെങ്കുത്തായ മലയിലൂടെയാണ് വാഹനം ഓടിച്ചു കയറ്റിയത്. മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും പോലീസും സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈയിൽ 29,400 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഫിഷറീസ് വകുപ്പ് നടപ്പാക്കിയ എംബാങ്ക്മെന്റ് മത്സ്യകൃഷിയുടെ സംസ്ഥാനതല വിളവെടുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും.
സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ഹരാരെയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.